ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1969. ഇന്ന് മെയ് മാസം 22-ാം തീയതി 142-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു പറഞ്ഞ മനോഹരമായ കഥ തന്നെയാണ് ഈ പുലരിയിലും നമ്മുടെ വിചാരം. പ്രാർത്ഥന. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തുള്ളത്. കുട്ടിക്കാലം മുതലേ നമുക്ക് ഒരു പിടിവാശിയൊക്കെ ഉണ്ട്. എല്ലാം ഒരേ അളവിൽ ഒരുപോലെ കിട്ടണമെന്നാണ്. കുഴപ്പമില്ല, അത് കുട്ടിത്തത്തിന്റെ അറിവില്ലായ്മയുടെ ഒക്കെ ഒരു പ്രതിഫലനമാകാം. വളർന്നെന്നും മുതിർന്നെന്നും തോന്നിയിട്ടും ഇപ്പോഴും ഈ പിടിവാശി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലോ എല്ലാവർക്കും തുല്യമായി നൽകുന്നത് ശരിക്കും പറഞ്ഞ ഒരുപക്ഷെ നിയമം ആയിരിക്കാം. അതൊരിക്കലും നീതിയാവുന്നില്ല. പ്രത്യേകിച്ച് ക്രിസ്തുയേശു ആഗ്രഹിക്കുന്ന നീതി ആവുന്നില്ല. 4 വയസ്സുള്ള ഇളയവനും 14 വയസ്സുള്ള മൂത്തവനും ഒരേ അളവിലുള്ള ഉടുപ്പ് തയ്പ്പിച്ച് മേടിച്ചു കൊടുത്താൽ എങ്ങനെയിരിക്കും? അതുകൊണ്ട് തന്നെ ഒരേ അളവിൽ ലഭിക്കണമെന്ന ആ കുട്ടിക്കാലത്തെ പിടിവാശിയൊക്കെ മുതിർന്നെന്ന നിലയിൽ നമുക്കൊന്ന് ഉപേക്ഷിക്കണം. ശരിക്കും പറഞ്ഞാല് മനുഷ്യത്വം എന്താണ്? ആ മനുഷ്യത്വം അത് മറ്റുള്ളവരെ കൂടി അവരുടെ അവസ്ഥയെ കൂടി ഒന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നിശ്ചയങ്ങളുമാണ്. കുട്ടികളൊക്കെ മാർക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെയൊരു വാശി മാതാപിതാക്കളുടെ ഉള്ളിലും അധ്യാപകരുടെ ഇടയിലും ഉണ്ടാവുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തുകൊണ്ടാണ് അവന് 50-ല് 45 കിട്ടി, നിനക്ക് 40 പോയത്? അത് നിന്റെ ശ്രദ്ധക്കുറവുകൊണ്ടും ഉത്തരവാദിത്തക്കുറവുകൊണ്ടും ഒക്കെയാണെന്ന് വേഗം വിധിക്കുന്നു. സ്വത്ത് വീതം വയ്ക്കുമ്പോഴെല്ലാം ഇതേ വാശി നമുക്കിടയിൽ വളരുന്നുണ്ട്. കൂടപ്പിറപ്പനാണെങ്കിൽ പോലും ഒരിറ്റ് കൂടുതൽ കിട്ടിയാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. തനിക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടും അപരന് അധികം കിട്ടിയതിന്റെ പേരില് ആദിയുണ്ടെങ്കിൽ തീർച്ചയായും വേഗം നമ്മുടെ മനോഭാവം തിരുത്തേണ്ട സമയമായി. ആവശ്യത്തിലധികം ലഭിക്കുന്നതെല്ലാം കൈവെള്ളയിൽ നിന്ന് തുളുമ്പിപ്പോകും കേട്ടോ. പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഉള്ളതുകൂടി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എന്തായാലും മുന്തിരിത്തോട്ടത്തിലെ വേലയ്ക്ക് പ്രഭാതത്തിലെത്തിയവര് കരുതിയതെന്താണ്? 11-ാം മണി നേരത്ത് വന്നവന് 1 നാണയം കൊടുത്ത സ്ഥിതിക്ക് തങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന്. വല്ലാത്തൊരു ആർത്തിയുടെ, അതൃപ്തിയുടെ ഒരു വിചാരമുണ്ട്. കുറെ കൂടി നമുക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാം. ക്രിസ്തുവിന്റെ നീതിബോധത്തെ മനസ്സിലാക്കാം. നിയമത്തെ കവിയുന്ന നീതിബോധത്തെ, കരുണ നിറഞ്ഞ നീതിബോധത്തെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.